വാനിലൊക്കെ ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്. നല്ല എന്താ അങ്ങോട്ട് പഴങ്ങൾ നോക്കി നിങ്ങള് കായ പിടിച്ച് കിടക്കുന്നുണ്ട് വാനില. നമ്മളിട്ട ഇതുവരെ ഇട്ട ഒരു പ്ലോട്ടിൽ നമ്മൾ വാനില അങ്ങനെ അധികം നമുക്ക് വീഡിയോയില് കണ്ടിട്ടില്ല, പകർത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരുവിധം എല്ലാ മരത്തേലും വാനില പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നല്ല കായ്ക്കണ കവുങ്ങ് നോക്കി. കായ്ക്കുന്നതും കായ്ക്കാനായതുമായ ഏകദേശം ഒരു 10-250ഓളം ഇതേപോലത്തെ കവുങ്ങുകളുണ്ട്. എല്ലാം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കണം. പറമ്പൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കണം. നല്ലൊരു കിടിലൻ തോട്ടം തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇനി അങ്ങോട്ടൊക്കെ പോയിട്ട് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മള് തെങ്ങ് കണ്ടു, കവുങ്ങൊക്കെ ഏകദേശം ഒരു 10-250ഓളം കവുങ്ങുകളുണ്ട്. അതുപോലെ തന്നെ തെങ്ങ് നല്ല കായ്ക്കുന്ന അത്യാവശ്യം നല്ല വരുമാനമൊക്കെ കിട്ടുന്ന തെങ്ങുകൾ ഏകദേശം ഒരു 10-80ഓളം തെങ്ങുകളുണ്ട്. പിന്നെ കുരുമുളക് ഉണ്ട്. ഇത് കണ്ടല്ലോ, ഇതൊക്കെ കുരുമുളക് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു കിണറുണ്ട്, അതുപോലെ തന്നെ ഒരു കുളമുണ്ട്, അതുപോലെ ഒരു ബോർവെലും ആണ് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിലുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് കോട്ടയത്തുനിന്ന് അവിടെ നിന്നൊക്കെ ആൾക്കാർ ആണ് നമ്മളെ മെയിനായിട്ട് തോട്ടം എടുക്കാനൊക്കെ ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നീലേശ്വരം വഴി, നീലേശ്വരത്തുനിന്ന് നിങ്ങൾക്ക് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നീലേശ്വരം പെരിയങ്ങാനം വഴി ഒരു ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നീലേശ്വരത്ത് നിന്ന് പിന്നെ കാലിച്ചാനടുക്കം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുന്ന് നമുക്ക് പരപ്പയിലോട്ട് എത്തിച്ചേരാം. പിന്നെ വേറെ വഴി എന്ന് വെച്ചാൽ കാഞ്ഞങ്ങാടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് നിന്ന് നമുക്ക് പിന്നെ കൊടയഞ്ചാൽ വഴി നമുക്ക് പരപ്പയിലോട്ട് എത്തിപ്പെടാം. അങ്ങനെ ഒരു 3 വഴികളിൽ കൂടെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിപ്പെടാം. ഉണ്ടല്ലോ, നല്ലൊരു മനോഹരമായുള്ള നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. നല്ല അധികം കുന്നോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല എന്താ പറയുക, സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഒരു കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ അത് ഇപ്പം നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം, നമ്മളൊരു കിണറുണ്ടെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിണറൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചെറിയൊരു കുഴി കുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും വെള്ളം കിട്ടും. ഇതിപ്പോൾ നമുക്ക് കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനോട് ചാരി തന്നെയാണ് ഇതാണ് ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞത്. കണ്ടല്ലോ, ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കേട്ടോ. നമ്മളെ ഫുള്ള് തെങ്ങ് നനയ്ക്കാനാണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് കവുങ്ങ് നനയ്ക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളെ എല്ലാ കൃഷി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനൊക്കെ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് നമ്മളെ പറമ്പിനോട് ചാരി ഒരു തോട് ഒഴുകുന്നുണ്ട്. നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് ഈ ഒരു തോടിൻ്റെ അപ്പുറവും ഇപ്പുറവും വശത്താണ് കേട്ടോ. 2 സൈഡിലും നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ 2 സൈഡിലായിട്ട് ഈ ഒരു തോടിൻ്റെ അപ്പുറമാണ് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത്.